രാവിലെ 8 നോമ്പെടുത്ത് മണർകാടിന് പോകാൻ കേട്ടോ. അപ്പം ഇന്ന് സൺഡേ ആണ്. സോ നമ്മളവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ ആമുട്ടിന് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളവിടെ കയറിയേക്കാണ്. സോ നമുക്ക് പള്ളിയിലേക്ക് പോകാം. ആമുട്ടനും ഫുഡ് കഴിക്കാൻ കയറിയെങ്കിലും ആമുട്ടനല്ല കേട്ടോ കഴിച്ചത്. എന്തായാലും കയറിയതല്ലേന്ന് വിചാരിച്ച് നമ്മൾ ലൈറ്റായിട്ട് നമ്മളൊന്ന് ഫുഡ് കഴിച്ചു. കാരണം ഇനി കുർബാനയൊക്കെ കഴിയുമ്പോൾ ഒത്തിരി ലേറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മൾ മണർകാട് പള്ളിയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മണർകാട് പള്ളിയിൽ പോകുന്നത് നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം പോയ ഫീലിംഗ് എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ശരിക്കും മാതാവ് നമ്മുടെ തൊട്ടടുത്ത് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോബിൻ ചേട്ടനോട് അത് പറഞ്ഞുകൊണ്ടാണ് ഈ കൊല്ലം നമ്മൾ എന്തായാലും മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8-ാം തീയതി പോകുന്നതാണ് വിചാരിച്ചത്. നമ്മൾ തലേ ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പെരുന്നാൾ 8-ാം തീയതി ആണെങ്കിൽ നമ്മൾ 7-ാം തീയതിയാണ് പോയത്. ഞാൻ അങ്ങനെ ഒരു നോമ്പെടുക്കുന്ന ആളൊന്നുമല്ല കേട്ടോ, കുറച്ച് നാളായിട്ട്. പക്ഷെ ഞാനിത് 8 നോമ്പിൻ്റെ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പെടുത്താണ് നമ്മൾ മണർകാട് പള്ളിയിൽ പോയത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ പള്ളിയിലേക്ക് വരുന്നത്. ഏകദേശം ഒരു 1000 വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ പള്ളിക്ക്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കൽക്കുരിശുണ്ട്, അതിനും 1000 വർഷം പഴക്കമുണ്ട്. ഈ കൽക്കുരിശിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കഥയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കൽക്കുരിശ് സ്ഥാപിക്കാനായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ നല്ല കാരണമുള്ളതുകൊണ്ട് തന്നെ പൊക്കാൻ പറ്റിയില്ല. അപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് ഒരു ആനേനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ആനയുടെ ഉടമ ആനേനെ വിട്ടില്ല. പിന്നെ വന്നവർ നോക്കുമ്പോൾ ആന സ്വയം ആ കൽക്കുരിശ് പൊക്കി വെക്കുന്നതായിട്ടൊക്കെ തോന്നി എന്ന് ഓരോ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെ കച്ചയുടെ ഒരു ചെറിയ അംശം ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് തിരുശേഷിപ്പായിട്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ വരുന്നത്. വർഷത്തിലൊരിക്കലാണ് മാതാവിൻ്റെതാ ഈ രൂപം ഇങ്ങനെ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞ് നമ്മൾ എന്താ പറയുക, മാതാവിനെ നേരിട്ട് കാണില്ല, ആ ഒരു ഫീലിലേക്ക് എത്തും. അതുപോലെ തന്നെ എന്താ പറയുക, പള്ളിയുടെ ഉള്ളിലേക്കൊന്നും പെട്ടെന്ന് കയറാൻ പറ്റില്ല. വെളുപ്പിനെ വന്നവർ തന്നെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. ഇവിടെ ഭജനിരിക്കലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിച്ച് നമുക്കിവിടെ മെഴുതിരി കത്തിക്കാം. അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുക്കാം. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. കാരണം ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കുമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടണ ഒരു ഫീലും ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണത്. ഇങ്ങനെ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ മുത്തുക്കടകൾ എപ്പോഴും പോകുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞതാ ഇത് കാണാനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.